എല്ലാവരും നല്ല ഓട്ടത്തിലാണ്. സോഷ്യൽ മീഡിയ തുടങ്ങിയാൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ തുറന്നു നോക്കിയാൽ, ഈ സിനിമയും നിങ്ങളും. അപ്പൊ ഈ സിനിമയുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നു, ആ സിനിമയോടുള്ള നിങ്ങളുടെ ഇഷ്ടവും മനസ്സിലാക്കുന്നു. 2-3 ദിവസമായിട്ട് നിങ്ങൾ കൊച്ചിയിൽ മൊത്തമുണ്ട്. ഇന്നലെ ഇന്റർവ്യൂസ്, ഇന്ന് ഇന്റർവ്യൂസ്, മാളില് ലോഞ്ച് അല്ല, എല്ലാവരും ഹാപ്പിയാന്ന് തോന്നുന്നു. സിനിമയുടെ ഇഷ്ടം മാത്രമല്ല കേട്ടോ, സിനിമ ഇവർ പ്രോപ്പർ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടി ടൈം എടുത്ത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പ്രൊമോഷൻ ഡേറ്റ്സ് നമുക്ക് എല്ലാം തന്നു, നമുക്ക് അതനുസരിച്ച് എല്ലാം നീക്കി വെക്കാൻ പറ്റി. ബാക്കിയെല്ലാം പറഞ്ഞ ഡേറ്റിൽ നടക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ. അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും എത്താനും പറ്റി. അല്ലെങ്കിൽ ചിലപ്പോൾ ഡേറ്റ് മാറുമ്പോൾ നമ്മൾ വേറെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഓട്ടം എത്തിപ്പെടാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. രാവിലെ തൊട്ട് വിളിക്കുന്ന എപ്പോഴാ നമ്മുടെ ഇന്റർവ്യൂ ചോദിച്ചു എന്നെ വിളിച്ചാ കോഴിക്കോട് വരുമ്പോ എടുത്തോ? മെസ്സേജ് അയക്കാണോ? ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും അല്ലേ? പ്രൊഡ്യൂസറാണോ? ആ പിന്നെ നമ്മുടെ മുത്താ പ്രൊഡ്യൂസർ, പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളിയാട്ടോ ആക്ച്വലി, നല്ല പ്രോപ്പർ ആണ്, എല്ലാം പക്കയാണ്, നമുക്ക് ടെൻഷൻ ഇല്ല. പ്രൊഫഷണൽ, ഭയങ്കര പ്രൊഫഷണൽ ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പുള്ളിയും ഞങ്ങളുടെ ഡേറ്റ്സും ഈവൻ ഷൂട്ടിന്റെ സമയത്തും എല്ലാം കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രൊഫഷണൽ ആണ് പുള്ളി എല്ലാം ഡീൽ ചെയ്യുന്നത്. ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ്. ഒരു സിനിമയ്ക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് അത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എത്ര നല്ല സിനിമ എടുത്തു വെച്ചിട്ടും കുറെ സിനിമകൾ പറയാറുള്ളതാണ്, എങ്ങും എത്തിയില്ല, നമ്മൾ അറിഞ്ഞില്ല. ഒരു മോശം പോസ്റ്റർ വന്നാൽ പോലും ആൾക്കാർ ഡൈവേർട്ട് ആയി പോകും. അപ്പൊ ഇവര് കറക്റ്റ് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മളും ആ കോൺഫിഡൻസിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇവരിങ്ങനെ കൂടെ നിൽക്കുന്നുണ്ട്, നമുക്ക് കൂടെ നിൽക്കാനുള്ള ഒരു അതാണ്. നല്ല ടീമാണ് ഇവർക്ക് ചുറ്റുമുള്ളത്. അവരെല്ലാ ടീമുകളും അങ്ങനെയുള്ള. അതുകൊണ്ട് തന്നെ ഇപ്പൊ അച്ചു പറഞ്ഞ പോലെ കൂടെ നിൽക്കാൻ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആവാം. എല്ലാ കാര്യത്തിലും ഒരു കൂടെ നിൽക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു സിനിമ അല്ലേ? നമ്മള് വാലന്റൈൻസ് ഡേക്ക് ഒരു വലിയ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോവാണ്. പ്രേക്ഷകരാണ് തീരുമാനം. നമ്മളൊരു വലിയ ഗിഫ്റ്റായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. എന്താണ് മാത്യു പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. കാരണം ഇതിന്റെ ഡയറക്ടർ ADJ അരുൺ ഡി ജോസ് ആയിട്ടുള്ള 3ാമത്തെ സിനിമയാണ്. ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പൊ 3ാമത്തെ സിനിമയിൽ ആകാൻ പറ്റിയത് ഭയങ്കര അധികം സന്തോഷം. ഇവരൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റി. സംഗീതേട്ടൻ്റെ കൂടെ, അച്ചേട്ടൻ്റെ കൂടെ, മൈമച്ചിച്ചിലും, ശ്യാമിന്റെ, അംബരീഷ്, ഷാൻ ചേട്ടൻ, മിഥുൻ, ഭരത് ബോപ്പൻ, കുറെ പേരുണ്ട്. അപ്പൊ നല്ലൊരു ടീമായിരുന്നു. ഭയങ്കര ആക്ച്വലി ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് ബ്രോമാൻസ്. അത് ആ സ്പെഷ്യൽ, ഏറ്റവും സ്പെഷ്യൽ എന്തായിട്ടാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ആ സിനിമയിൽ? ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഇതിൽ കൂടെ ആദ്യമായിട്ടൊരു റൈറ്റർ ആവുന്നുണ്ട്, തോമസ് പി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ സംഗീതത്തിന്റെ വലിയ ക്ലോസ് ആയിട്ടുള്ള. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രൂ ടെക്നിക്കലി സൈഡിൽ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാം വളരെ അടുത്ത ആൾക്കാരാണ്. ഇപ്പോൾ ADJ ആയാലും റൈറ്റേഴ്സ് രവീഷ് ചേട്ടനുണ്ട്, തോമസ് ചേട്ടൻ ADJ ഉണ്ട്, ചമനാണ് എഡിറ്റ്, ചമൻ വളരെ അടുത്ത സുഹൃത്ത്, അഖിലേട്ടൻ DOP, റോണക് ചേട്ടൻ, മഷർക്ക. അപ്പൊ അത് ഭയങ്കര സ്പെഷ്യൽ ആക്ച്വലി. എല്ലാവരും വലിയ അടുപ്പമുള്ളവർ തന്നെ. അതെ അതെ. അതിപ്പോ അത് ഓൺ സ്ക്രീൻ അഭിനയിക്കുന്നവരും അടുപ്പമുള്ളവർ. അപ്പൊ എനിക്ക് അത് ഭയങ്കര സ്പെഷ്യൽ ആകുന്നുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.